വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എടുക്കാൻ പോകുന്ന കണ്ടന്റ് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സംഭവമൊന്നുമില്ല, വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇത് സംഭവം ട്രെൻഡ് ഔട്ടായി, ട്രെൻഡും പോയി, അതിൻ്റെ കുറേ കാലഘട്ടങ്ങളിലേക്ക് എത്തിയെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് ഈ ഒരു സംഭവം പണ്ട് തൊട്ടേ ചെയ്യാൻ ഭയങ്കര കൊതിയാണ്. അപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു സംഭവം ട്രെൻഡ് ഔട്ടായി എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഞാൻ ചെയ്യാണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. എൻ്റെ ബാഗിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കരുത്, കാരണം സംഭവം മേടിച്ചിട്ട് കുറച്ച് നാളായി. പിന്നെ ഈ സംഭവം കുറച്ച് ഗ്രേഷ് ഇങ്ങനത്തെ ഒരു കളറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചളി പിടിക്കുന്നുണ്ട്. ഞാൻ ഈ സാറ്റർഡേ സൺഡേ വീട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാഗ് കുറച്ചങ്ങോട്ട് ട്രെയിനിലൊക്കെ ഇട്ട് വലിച്ച് മെസ്സി ആവുന്നുണ്ട്. ഈ സംഭവം തൃശ്ശൂർ ഹൈറോഡ് ഈ ഫോർച്യൂൺ എന്ന് പറഞ്ഞ കട അറിയണവർക്ക് അറിയുന്നുണ്ടാവും. അവിടെ നിന്നാണ് ഞാൻ ഈ ബാഗ് മേടിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈം ജോലിയിട്ട് എറണാകുളത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആൾക്കാർ ഈ ടോട്ട് ബാഗൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഒരു സ്റ്റൈലിനാണ് ഞാൻ ഈ സംഭവം എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ആനനെ കയറ്റിയിരുത്താനുള്ള സ്ഥലം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ, കാരണം അത്രയ്ക്ക് സ്പേസ് ആണ് ഇതിന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇതാണ് അതിൻ്റെ കൂടെ ഞാൻ കുത്തിവെച്ച ക്ലിപ്പ്. എസ്തെറ്റിക് ആയിട്ട് മറ്റേ പൂവിൻ്റെ ക്ലിപ്പ് കുത്തിവെക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം, പക്ഷെ അതങ്ങോട്ട് നടന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിലാകത ഇങ്ങനെ ഒരൊറ്റ കള്ളിയുള്ളൂ. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു വലിയൊരു, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, വലിയൊരു കാണാം, ഇത്രയും വലിയൊരു സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളില്. ഇതിൽ ഞാൻ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് പോലും എനിക്കറിയില്ല. ഇത്രയും സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് കിട്ടിയാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതങ്ങനെ ഇങ്ങനെ ഇടുന്നു. അതുകൊണ്ട് തന്നെ വലിയ സാധനങ്ങളാണോ കുഞ്ഞു സാധനങ്ങളാണോ എന്താ ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പോലും ഒരു ഐഡിയ എനിക്കില്ല. ഓക്കെ, ഇതാണ് എൻ്റെ ബുക്ക്. ഇതില് എൻ്റെ കണക്കുകളും കാര്യങ്ങളും, അതായത് ഡെയിലി സ്പെൻഡ് ചെയ്യണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ എഴുതി വെക്കാൻ ഉപയോഗിക്കാറ്. അതിലടുത്തത് സൺസ്ക്രീൻ. ഇതും ഞാൻ കാണാണ്ട് തപ്പുമായിരുന്നു എൻ്റെ മേക്കപ്പ് ഹൗസിൽ അതൊക്കെ വെക്കാറ്. ആ സംഭവം ഇതിപ്പോ എൻ്റെ ബാഗിൽ നിന്ന് കിട്ടി. ഇത് ഫോക്സ്റ്റെയിലിൻ്റെ ഒരു സൺസ്ക്രീൻ ആണ്. ഞാൻ ഓഫർ വന്നപ്പോൾ ഫോക്സ്റ്റെയിലിൽ എപ്പോഴും ഇങ്ങനെ ഓഫർ കാണാറുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇതും പിന്നെ മോയ്സ്ചറൈസർ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. റിവ്യൂ വേണമെങ്കിൽ ഞാൻ ചാനൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു സൺസ്ക്രീൻ അടിപൊളി സൺസ്ക്രീൻ ആട്ടോ, കുറ്റം പറയാനൊന്നുമില്ല, നല്ലതാണ്. ഞാൻ ഒരുപാട് വെറൈറ്റി ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഉള്ളത് അടിപൊളി. നല്ല നിധി കിട്ടൂ ഇങ്ങനെ തപ്പി തപ്പിയില്ലേ കഴിഞ്ഞ. അയ്യേ, ഇതാണ് ഈ ഒരു ക്രീമിന്റെ ഒരു ഭയങ്കര മണ. ഇതെന്റെ ഫ്രണ്ട് സ്കോട്ട്ലൻഡിൽ നിന്ന് അവള് വന്നപ്പോ കൊണ്ടുതന്ന സാധനമാണ് ഈ ഒരു പർട്ടിക്കുലർ ക്രീം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല, ഇത് ഫ്രണ്ട് ക്യാമറയാണ്. ഇതൊരു ഭയങ്കര ഒരു കുത്തണ മണമൊന്നുമില്ല, നല്ലൊരു സ്മെല്ലാ. എൻ്റെ ഇതിങ്ങനെ ഒരു ഇത്ര മതി, ഇത്ര എടുത്താലും നമ്മുടെ കൈ മതി ഇങ്ങനെ തേച്ചാണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആവും. നമ്മുടെ കൈ മൊത്തം ഭയങ്കര ബട്ടറി, ലിറ്ററലി ബട്ടറി സോഫ്റ്റ് ആവും. അത്ര അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ എൻ്റെ ബോഡിയിൽ വെറുതെ ഇങ്ങനെ തോണ്ടിക്ക ഇങ്ങനെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെള്ള വരും. അത്ര ഡ്രൈ സ്കിന്നാണ് എനിക്ക്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ബാഗിലിടും. ഓക്കെ, അപ്പൊ ഇതാണ് ശ്രുതി രജനീകാന്തിന്റെ ദ പെർഫ്യൂം പ്രോജക്ട് ബൈ ശ്രുതി രജനീകാന്തിന്റെ പെർഫ്യൂംസ്. ഇത് ഞാനൊരു 3 എണ്ണം ഇങ്ങനെ സെറ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ട് എന്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ റിവ്യൂ കൂടെ ഒന്ന് പോയി കണ്ടുനോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം മേടിക്കുക. അപ്പോൾ ഇതിൽ 3 എണ്ണം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല, കാരണം ഓൾറെഡി ഞാൻ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതാണ് 3 എണ്ണം. നല്ല തന്നെയാട്ടോ, പക്ഷെ എനിക്ക് ഞാൻ ഡീറ്റെയിൽഡ് ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഭവം എനിക്കിങ്ങനെ നമ്മുടെ തീരെ പെർഫ്യൂംസ് ഒന്നും സ്റ്റോക്ക് ഇല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു പെർഫ്യൂം ഒക്കെ എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാവാറുണ്ട് പണ്ട്. അപ്പൊ ഇപ്പൊ ഇത് 3 എണ്ണം മേടിച്ചിട്ട് ഇതാണ് ഞാൻ വെക്കുന്നത്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഈ സ്മെല്ല് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഞാൻ മേടിച്ച 3 എണ്ണവും എനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ, പക്ഷെ നമുക്ക് വല്ല കേസിലും ഭയങ്കരമായിട്ട് പെർഫ്യൂംസ് ഒക്കെ വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഇത് അടിക്കാറുള്ളൂ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സംഭവം വർക്കായില്ല. അടുത്ത പ്രോഡക്റ്റ് അല്ല, അടുത്ത സംഭവം എനിക്കൊന്നും കഴിഞ്ഞു. എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ ഇനിയൊന്നുമില്ല. ഇനി അതിൻ്റെ ഉള്ളൊരു സീക്രട്ട് കള്ളി ഇല്ല കേട്ടോ, ലൈക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു കള്ളി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ അതിലെന്താണെന്ന് നമുക്ക് നോക്കാം.
നമുക്ക് നോക്കാം, എനിക്ക് എന്താ പറയാ. ഓക്കെ, യെസ്, ഇതിലാണ് എന്റെ പേഴ്സ്. വാളറ്റ് ഇത് എന്റെ കാശും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ബേബി പിങ്ക് കളറിലുള്ള വാളറ്റ് ആണ്. അടിപൊളിയാണ് കാണാൻ, നല്ല സൂപ്പർ, നല്ല സ്പേസ് ഉണ്ട് ഇതില്. ഞാനിതില് കാശൊക്കെ വെച്ചാൽ നല്ലോണം കൊള്ളാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ്, ഇതിൽ കാർഡ്സ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല, എന്റെ വാളറ്റ് ഇത് അത്യാവശ്യം. കാരണം നമ്മുടെ കാശും കാർഡൊക്കെ ബാഗ് ഉണ്ടെങ്കിലും ഇത് എന്തായാലും ഉണ്ടെങ്കിലേ നടക്കുള്ളൂ അല്ലേ, അതന്നെ, അത്രേ ഉള്ളൂ. പിന്നെ ഈ ബാഗിന്റെ ഉള്ളിൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി കള്ളി ഉണ്ട് ഇവിടെ ആയിട്ട്, പക്ഷെ അതിലും ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പൊ ഇതിൻ്റെ ഉള്ള അത്രേ ഉള്ളൂ. ഇനി ഇവിടെ 2 സൈഡ് കള്ളിയിട്ട് ഇവിടെ കണ്ടോ, ഇവിടെയും ഇവിടെയും. ഇവിടാണ് എന്റെ ഫോൺ വെക്കാറ്. ഇതെന്റെ ഇയർഫോണാണ്. ഒന്നുമില്ല, ഞാൻ യൂസ് ചെയ്യണ എന്റെ ഹെഡ്സെറ്റ്. അയ്യോ, ലൈറ്റ് അടിച്ചത് നിങ്ങൾക്ക് കാണാല്ലേ അല്ലേ. എന്റെ ഹെഡ്സെറ്റ് ആണ് സംഭവം. അത് യൂസ് ചെയ്യാറുണ്ട്, എപ്പോഴും എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള കള്ളിയിൽ തന്നെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ എന്റെ ലിപ് ബാം, ഇതിന്റെ അവസ്ഥ കണ്ടാലും പേടിക്കണ്ട, ഒരു ആയുർവേദ ലിപ് ബാമാണ്. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ സിമ്പിൾ ആയിട്ട് പോയി കിട്ടും. അടിപൊളി സംഭവമാണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് കൺസിസ്റ്റന്റ്ലി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ കൂടി എപ്പോഴും മറക്കും ഞാൻ ലിപ് ബാം ഇടാൻ, പക്ഷെ അടിപൊളിയാ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്ന പിഗ്മെന്റേഷൻ ഒക്കെ സിമ്പിൾ ആയിട്ട് മാറും. നാച്ചുറൽ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ നന്നായിട്ട് യൂസ് ചെയ്താൽ മാറുമായിരിക്കും. എനിക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പിഗ്മെന്റഡ് ആയിട്ട് ഞാൻ ഈ സംഭവം യൂസ് ചെയ്തിരുന്നു. അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അടിപൊളിയാണ്. അടുത്തത് ലിപ്സ്റ്റിക്. ഇത് വിട്ടൊരു കളിയില്ല. എന്റെ റീസെന്റ് ഫേവററ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ലിപ് ഷെയ്ഡാണ് ഈ ഒരു സംഭവം. ഇത് മേരി ജോക്കിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്, അടിപൊളി ഷെയ്ഡാണ് ഇത് ഞാനൊരു ലിപ് ലൈനറോ പോലെ ചുറ്റും ഇട്ടിട്ട് അതിന്റെ മീതെ റെഡോ പിങ്കോ ഏത് ഷെയ്ഡ് ഇട്ടാലും അടിപൊളിയാ. ഞാൻ ലിപ് ലൈനർ ആയിട്ട് യൂസ് ചെയ്യാറില്ല, ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അടിപൊളിയായിട്ട് വർക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് ഡബിൾ മിന്റ് കഴിച്ചതിന്റെ കവറാ. ഞാൻ ഓൾറെഡി അതിങ്ങനെ നമ്മള് ഈ പ്ലാസ്റ്റിക് റോട്ടി കളയാറില്ലേ, ഞാൻ പൊതുവെ മിക്കപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കളയാതിരിക്കാൻ. അപ്പോ അല്ലെങ്കിൽ പേപ്പർ അങ്ങനെ ഒന്നും. അപ്പൊ ഞാൻ എന്തെങ്കിലും കിട്ടിയാൽ എന്റെ ബാഗിൽ കൊണ്ടിടും. അപ്പൊ ബാഗ് പിന്നീട് മെസ്സാണ്, അതെനിക്കറിയാം, പക്ഷെ അങ്ങനെ ഇടലാണ് പതിവ്. അപ്പൊ അങ്ങനെ വന്ന ഒരു ഡബിൾ മിന്റിന്റെ കവറാ, എപ്പോഴോ കഴിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ പേന, ഇത് ഞാൻ നേരത്തെ ഒരു ബുക്ക് കാണിച്ചില്ലേ, ആ ബുക്കിലുള്ള എന്റെ പേനയാണ്. അതിന് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തെടുക്കുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കും, മറക്കും. എങ്ങനെയോ ഇതിൻ്റെ ഉള്ളിൽ പെട്ടതാണ്. മിക്കപ്പോഴും ഇതൊന്നും ഉണ്ടാവാറൊന്നുമില്ല എന്റെ ബാഗിൽ. ചിലപ്പോൾ ഞാൻ ബാഗിൽ എടുക്കാറില്ല. ഇത് എന്റെ അടുത്ത ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഇത് പക്ഷെ കുറച്ചും കൂടി പിങ്ക് ഷെയ്ഡാണ്, അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഫേവറേറ്റ് അല്ല ഇപ്പോ. പക്ഷെ മുമ്പ് എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതെന്റെ മാല, കമ്മല് കാണാണ്ടോ, കമ്മല്, എന്റെ മാല. ഈ കുറച്ച് ലൈറ്റിന്റെ പ്രശ്നമുണ്ട്, അപ്പൊ നിങ്ങക്ക് കാണാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചടുത്തേക്ക് ഇരിക്കാം. അപ്പൊ അടുത്തത് ഇതെന്റെ ഗ്ലാസസ് ആണ്. ഇതെനിക്ക് പവറൊന്നുമില്ല, പക്ഷെ എനിക്ക് പഠിക്കുന്ന സമയത്ത് പണ്ട് എനിക്ക് ക്ലാസ് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എനിക്ക് ലാപ്ടോപ്പ് നോക്കിയിട്ടാണ് ഞാൻ പഠിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ ACC പഠിച്ചത്. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളാണ്, എല്ലാം അതിൻ്റെ ഉള്ളാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഈ ലാപ്ടോപ്പിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കണ്ണ് അലർജി ഒക്കെ വന്നപ്പോ ഞാൻ ഈ സ്റ്റഡി ക്ലാസ്, ഈ കമ്പ്യൂട്ടർ ക്ലാസ് മേടിക്കില്ലേ നമ്മള്, അതുപോലെ മേടിച്ചതാണ് സംഭവം. എനിക്ക് തീരെ ഇഷ്ടമല്ല എനിക്ക് ഈ ഗ്ലാസ്, പക്ഷെ നല്ല ക്ലാസ്സാണ്. കാരണം കേടാവൊന്നുമില്ല, അങ്ങനെ പൊട്ടൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് അവിടെ ചെന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ ക്ലാസ് വേണമെന്ന്, അപ്പൊ ലെൻസ് കാർട്ടിന് അവർ ഇത് എടുത്ത് തന്നു, അത്ര. അടുത്തത് ഒരു ഗ്ലാസും കൂടി ഉണ്ട്. ഇത് മറ്റേ ഗ്ലാസ് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ജോലിക്ക് കയറിയപ്പോൾ ഞാൻ മേടിച്ചതാണ് ഈ ഒരു ഗ്ലാസ്. ഇതും എനിക്കിപ്പോ ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല, എനിക്കിത് ഭംഗിയില്ല. ഇത് എന്റെ പിരികം കണ്ടോ, അങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോ അപ്പൊ എനിക്ക് ഭംഗിയില്ലാത്ത പോലെ തോന്നും. പക്ഷെ കൊള്ളാം, ഒരു ലാവൻഡർ ഷെയ്ഡൊക്കെ ഉള്ള, ലാവൻഡർ അല്ല എന്താ പറയാ, അങ്ങനത്തെ ഒരു കളറുള്ള ഒരു ഗ്ലാസ് ആണ്. കുത്തിയാണ്.
ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണുള്ളത്. വീണ്ടും ഒരു ലിപ്സ്റ്റിക്. ഇതിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലൂ ഹെവന്റെ മിസ്റ്റിക് മെറൂൺ എന്ന് പറഞ്ഞ ഷെയ്ഡാ. ഇത് ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്. നല്ലൊരു എന്താ പറയാ, ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടും നിങ്ങൾക്ക് ഡീപ്പർ സ്കിൻ ടോണുകാർക്ക്. ഇനി നിങ്ങൾ കുറച്ചും കൂടി ഫെയർ സൈഡിലേക്കാണെങ്കിൽ നിങ്ങൾ ടിൻറ്റ് ആയിട്ട് കിട്ടാൻ, റെഡ് കളേഴ്സ് ഇഷ്ടമല്ലെങ്കിൽ ടിൻറ്റ് ആയിട്ട് കിട്ടാൻ നല്ലത്. ഞാനിപ്പോ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മിനിറ്റ്, ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതും ഈ ഒരു ടിൻറ്റാണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതും ഈ ഒരു ടിൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ റെഡ് ഷെയ്ഡ്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ അടുത്തത് വീണ്ടും ഒരു ലിപ് ബാമാണ്. ഇത് നെയ്തി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ലിപ് ബാമാണ്. ഞാൻ നേരത്തെ കാണിച്ചത് രണ്ടും ഈ ഒരു ബ്രാൻഡിന്റെ തന്നെ ലിപ് ബാമാ. ഇത് കുറച്ചുകൂടി കളേർഡ് ലിപ് ബാമാണ്. കളർ അത്ര ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എഡിബിൾ ടിൻറ്റ് എന്ന് പറഞ്ഞിട്ടാ വരുന്നത്. നാച്ചുറൽ ആണ്. അടുത്തത് ബ്ലഷ്. ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ സ്കിൻ ടോണുകാർക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര പിങ്ക് എഫക്ട്, ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടും. അത് നിങ്ങൾക്ക് ഞാൻ റിവ്യൂല് കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പോയിട്ട് ചെക്കൗട്ട് ചെയ്താൽ മതി. നല്ല പിങ്കി ബ്ലഷ് ആണ് കിട്ടുക. ഭയങ്കര ഇത് ഇട്ടാൽ ഭയങ്കര ഗ്ലോയിങ് കിട്ടും നിങ്ങൾക്ക്. കാരണം നല്ല ഗ്ലോ കിട്ടും. കാരണം ക്രീമിയാണ് ഇതിന്റെ ടെക്സ്ചർ തന്നെ. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇൻസൈറ്റിന്റെയാണ്. ആൻഡ് റേറ്റും കുറവ്, അഫോർഡബിൾ. ഒരു 99 റുപ്പീസിനൊക്കെ ചിലപ്പോൾ ഇത് ഓൺലൈനിൽ കിട്ടും. ബാക്കോട്ടെ 120 വിട്ടിട്ട് ഈ ബ്ലഷ് പോയില്ല, അത്ര അടിപൊളിയാണ്. ഇതിന്റെ കണ്ണിൽ ഒഴിക്കുന്ന മരുന്നാണ്. ഇതിന്റെ കവറുമാണ്. ഇതിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പരിതാപകരമായി തോന്നുന്നുണ്ട്. ഇപ്പൊ അത് അലർജി മാറിയപ്പോ പിന്നെ ഞാൻ അങ്ങോട്ട് യൂസ് ചെയ്യലില്ല. ഐ ഡ്രോപ്സ് എടുത്ത് കളയണം, നല്ല അലർജി വരും ഇതൊക്കെ ഒഴിച്ച്. പിന്നെ അടുത്തത്, ഇതെന്തിനാണ് ഞാൻ ഈ കൊണ്ടിറക്കുന്നതെന്ന് എനിക്കറിയില്ല. അവിടെ ഇവിടെ കാണുമ്പോൾ ഇതുപോലെ പെറുക്കി ബാഗിൽ എന്തിനെങ്കിലൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടാവും. പിന്നെ എടുത്ത് മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ആകെ എന്റെ ബാഗിലുള്ളത്. എനിക്ക് തോന്നുന്നു അതോടുകൂടെ കഴിഞ്ഞു. നമുക്ക് ബാഗ് ഒന്ന് കുടഞ്ഞു നോക്കിയാലോ. ഒരു സാധനമൊക്കെ കിട്ടി, ഒരു കുടഞ്ഞിപ്പ് കിട്ടിയതാ. ഇതെന്താ ചോദിക്കൂ? ഞാവൽപ്പഴം. ഇന്നലെ എനിക്ക് ഞാവല് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഞാവൽ തന്നെയല്ലേ പറയാ. അപ്പൊ ഞാൻ ഞാവല് മേടിച്ചിട്ട് കവറിലിട്ടു. അത് കവറിലാ തന്നെ ഇപ്പൊ ബാഗിലിട്ടു. പക്ഷെ അതിൽ നിന്ന് ഉഴുതി പോയതാന്ന് തോന്നുന്നുണ്ട്. നന്നായി എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ചീഞ്ഞു പോയേനെ. അപ്പൊ ഇത് കറുത്ത മുന്തിരിയല്ല, ഞാവലാണ്. പണ്ട് തൊട്ടേ എനിക്ക് സെഗ്മെന്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സെഗ്മെന്റ് ചെയ്യണം എന്ന്. ഞാനായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അപ്പൊ തന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ. അപ്പൊ അത് കണ്ടാലും കണ്ടില്ലേലും ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമല്ലേ. അപ്പൊ ഞാൻ ഇടാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. അപ്പൊ ഇതിപ്പോ ഓക്കെ.